വെൽക്കം ബാക്ക് ടു സുബോളക്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആലപ്പുഴ പോവാണ് കേട്ടോ. നമുക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു കുട്ടി ആവശ്യം വന്നു. സോ നമ്മൾ വിചാരിച്ചു ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ നൈറ്റ് പോയിട്ട് സൺഡേ നൈറ്റിന് തിരിച്ചു വരും. നമുക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമുക്ക് പോയേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടി നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. പാക്ക് ചെയ്യാൻ മീൻസ് ഒരു ദിവസത്തെ ഡ്രസ്സ് അങ്ങോട്ട് നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു ഡ്രസ്സും ഒരു ജോഡി ഡ്രസ്സ് ഇട്ട് വേണം നമുക്ക് 3 പേർക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും. ഇതാണ് നമ്മുടെ ബാഗ്. അപ്പം ഞാൻ ആവശ്യമുള്ള എടുക്കേണ്ട ഡ്രസ്സൊക്കെ ഞാനിവിടെ അടുത്ത് പുറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മാറ്റിയാൽ മതി. ഇതിനകത്ത് ഏട്ടൻ്റെ ഡ്രസ്സില്ല കേട്ടോ. ഏട്ടൻ ഡ്രസ്സില്ലാത്ത കാരണം എന്ന് വെച്ചാൽ ഏട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് എടുത്ത് വെച്ചോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിനകത്ത് നമ്മുടെ ബാക്കിയുള്ള കുട്ടി വേറെ ബാഗുകളൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെയുള്ള ബാഗുകളൊക്കെ ഇതിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചാക്കി. അപ്പോൾ നമുക്ക് വേണ്ടാത്ത സാഹചര്യത്തിൽ ഇതിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് വയ്ക്കാം. കവറൊക്കെ വെച്ചിരിക്കും. വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ കഴുകിയിട്ട തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് മടക്കി വെച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു കവറിനകത്ത് ഉണ്ടാവും. ഇതെൻ്റെ ക്ഷേത്രത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടി വെച്ചുള്ള ഐറ്റംസ് സെറ്റുമുണ്ട്. അത് ആദ്യം വയ്ക്കാം. പിന്നെ അണ്ടർ സ്കർട്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് പിന്നെ അതിൻ്റെ തപ്പലും ബഹളമൊക്കെ ആയിരിക്കും. അതിന് നമുക്ക് വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. അതിന് വസുവിൻ്റെ 2 ജോഡി ഡ്രസ്സ്, 2 ജോഡിയല്ല 1 ജോഡി കൂടെ എക്സ്ട്രാ വെച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഹെൽപ്ഫുള്ളാണ്. ആൾക്ക് ഈ ഷോർട്സ് ഇഷ്ടമല്ല, പാൻസാണ് ഇഷ്ടം. ഞാൻ വെച്ചിട്ടുണ്ട്. ഇടാമെങ്കിൽ ഇടട്ടെ എന്ന് ഓർത്തിട്ട് ഇത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ ചപ്പരക്കോലത്തിൽ നിൽക്കുകയാണ്. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, എല്ലാം കഴുകിയിട്ട് ഞാൻ ഒരു വയർത്ത് കുളിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ബാഗുകളൊക്കെ കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മുടെ പഴയ സാധന ജംഗമ വസ്തുക്കളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ ഒരുപാട് ഐറ്റംസ് അതിനകത്ത് ഉണ്ടായിരുന്നു. വസ്തുവിൻ്റെ ഫോട്ടോ അടക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നോക്കിയെടുക്കുക എന്ന് പറഞ്ഞത്, എക്സ്പെഷ്യലി അതിനകത്തുനിന്ന് പൈസ എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആകും കേട്ടോ. നമ്മളിങ്ങനെ പൈസ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരു 100 രൂപ അപ്പോൾ 100 രൂപ കൊണ്ട് ഒരു 10 രൂപ കിട്ടിയാൽ ഇതെപ്പോഴും വെച്ചെന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ കിട്ടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണത്. അപ്പം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴോ ഇട്ട് വെച്ചതാണ്. മെയിനായിട്ട് തലയിലിടുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ മെൻസ്ട്രൽ കപ്പ് അതൊക്കെ യൂസ് ചെയ്യും. അമ്മ എനിക്ക് തന്നു, ഞാൻ അതുപോലെ ബാഗിൽ വെച്ചതാണ്. ഇപ്പോഴാണ് എനിക്ക് ആ സാധനം കിട്ടുന്നത്. ഞാനത് യൂസ് ചെയ്യാറില്ല. എനിക്കൊരു കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. അങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ കൊണ്ടുപോകാനുള്ള കുറേ മീൻസ് സാരിയുടെ കൂടെ എടുക്കാനുള്ള മാല, കമ്മൽ, വള, അതും ഇതൊക്കെ പെറുക്കിയെടുത്തു. പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇതുപോലൊരു കുഞ്ഞു ബാഗിനകത്തേക്ക് ആക്കി വെച്ച്. അപ്പോഴാണ് ഒരു ലിപ്സ്റ്റിക്ക്, ഉപയോഗിക്കാത്തൊരു ലിപ്സ്റ്റിക്ക് കിടക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ചുമ്മാ ഇട്ട് നോക്കി. അത് കഴിഞ്ഞപ്പോഴും വാസുവിന് വാട്ടർമെലൺ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കുടിച്ചു. അങ്ങനെ നമ്മുടെ കുളിയും നനയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴേക്കും ഏട്ടൻ വന്നു. ഏട്ടന് വേണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ഇത് ഓൾറെഡി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രെയിം താഴെ വീണ് പൊട്ടി എൻ്റെ ഗ്ലാസ്. അപ്പം ഞാൻ വെറുതെ അത് പോണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ അലമാരിയുടെ മേലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഏട്ടൻ്റെതായ കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നു. അപ്പോൾ വാസു വന്നിട്ട്, ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ചെയ്യിച്ചാണ് കേട്ടോ, കലണ്ടർ, മിനി കലണ്ടർ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. അപ്പോൾ വസുവിന് അത് കാണിച്ചേ പറ്റുള്ളൂ. പിന്നെ അവിടെ താഴെ ഇരുന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുക ഏത് ഫോട്ടോ ആണെന്നൊക്കെ. അങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കുട്ടി.
ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടി. വസു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസുവിൻ്റെ ഡ്രോയിങ് ബുക്കും കളർ പെന്നും സ്കെച്ചും ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം കാറിലെ സീറ്റിലാവും എന്ന് പറഞ്ഞ് മേടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വേറൊരു ബുക്കും മറ്റേ സ്കെച്ച് പെൻസിലില്ലേ, അത് മറ്റേ എന്താണ് ഒരു പെൻസിൽ പോലെ വരൂലേ, അത് ഒക്കെ ആക്കിയിട്ട് അതിനെയും കൊണ്ടാണ് കേട്ടോ ഈ പോകുന്നത്. അങ്ങനെ ഒരാൾ പിൻസീറ്റിലിരുന്നിട്ട് നമ്മളെ പേടിപ്പിക്കുകയാണ് കേട്ടോ. ഫോണിൻ്റെ ലൈറ്റ് അടിച്ചിട്ട് പുതപ്പ് കൂടിയിട്ട് അവൻ മാക്കാനാണ് അത്രയും മാക്കാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ കയറി. മന്തിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് മന്തി എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പം കഴിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അത് ബീഫ് മന്തിയാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യാറ്. ചിക്കനോട് വലിയ താല്പര്യമില്ല ഇപ്പം, എന്തോ ഇഷ്ടമല്ല. ബീഫ് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. വസു ഉറങ്ങിയായിരുന്നു ഇടക്ക്. അപ്പോൾ വസുവിന് വേണ്ട എന്ന് പറഞ്ഞ് വസു കിടക്കുകയാണ്. അപ്പോൾ വസു വീട്ടിൽ നിന്ന് ഇറങ്ങും മുന്നേ പാലും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളെപ്പോഴും ഈ കൊട്ടാരക്കര അടൂർ ആ വഴി പോകാറുള്ളൂ കേട്ടോ. ചങ്ങനാശ്ശേരി തിരുവല്ല വഴി കയറി, അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. ബ്ലോക്കാണ്. പിന്നെ റോഡ് പണി നടക്കുന്നതിനെ കൊണ്ട് ഭയങ്കര സ്ലോലി നമുക്ക് പോകാനും പറ്റുള്ളൂ. കുറേ ഡീവിയേഷൻ ഉണ്ടാവും. നമ്മളെപ്പോഴും ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ വഴിയാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഫുൾ ഓൺ ഫുൾ പവറാണ് കേട്ടോ. പുലയൻ വഴി എത്തിയപ്പോഴും അവിടെ എന്തോ മാച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്താണ് ഇത്ര നേരം സമയം എന്ന് പറഞ്ഞാൽ ഒരു 12:30. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കണ്ട 12:48 പക്ഷെ അവിടെ ഇപ്പോഴും നല്ല വൈബിൽ നിൽക്കുകയാണ് കേട്ടോ ആളുകൾ. നോക്കിയപ്പോൾ ഈ ഇത്രയും ആൾക്കൂട്ടം കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്തോ ഒരു മാച്ച് നടക്കുന്നുണ്ടെന്ന്. ഫുട്ബോളോ ക്രിക്കറ്റോ എന്താണോ എന്തോ എനിക്കറിയില്ല. നമ്മളകത്തേക്ക് നമ്മൾ നോക്കിയില്ല. അങ്ങനെ ഫൈനലി എൻ്റെ വീട്ടിലെത്തിയിട്ട് ബാക്കിയൊന്നും എടുത്തില്ല. എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ഫ്രം സുബാവ വ്ലോഗ്സ്.